നമസ്കാരം. 2040 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ ഫൗണ്ടേഷൻ വർക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. റബിൾ വർക്ക് കൊണ്ട് ആ വീടിന്റെ ഫൗണ്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ എത്ര കോസ്റ്റ് ആകും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ കോളം ഫുട്ടിംഗ് രീതിയിലുള്ളതും അല്ലാതുള്ളതുമായിട്ടുള്ള പല രീതിയിലുള്ള ഫൗണ്ടേഷൻ വർക്കുകളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കരിങ്കല്ല് കൊണ്ട് കെട്ടി അതിന്റെ ഫൗണ്ടേഷൻ ചെയ്ത് ടോട്ടൽ കോസ്റ്റ് എത്രയാകും എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അതായത് 2040 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അതിൽ 1100 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോറും ബാക്കി 900 സംതിങ് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് വരുന്നത്. ഇപ്പൊ 2000 സ്ക്വയർ ഫീറ്റിന്റെ മൊത്തത്തിലെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് മാത്രം വരികയാണെങ്കിൽ ഈ കോസ്റ്റ് വ്യത്യാസം വരും. ഇതിപ്പോൾ 1100 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ആദ്യം എക്സ്കവേഷൻ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് DR ചെയ്യുന്നു, അതിന് മേളിൽ RR ചെയ്യുന്നു. അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മേളിൽ RCC ബെൽറ്റ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ എത്ര രൂപ ചെലവായി? പ്രധാനമായിട്ട് നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള എസ്റ്റിമേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫൗണ്ടേഷൻ വരെ എത്ര കോസ്റ്റ് ആകും, ഇനി അതിന്റെ മേളിലേക്ക് ലിൻഡൽ ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആകും, റൂഫ് സ്ലാബ് ചെയ്യുന്നതിന് എത്രയാകും, ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കരിങ്കല്ല് കെട്ടിയ രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ എത്രയാകും എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അതിന്റെ എക്സ്കവേഷൻ ആണ്. നമുക്ക് സൈറ്റ് ക്ലിയർ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ സെറ്റ് ഔട്ട് ചെയ്യുന്നു. അതിന്റെ പ്ലാൻ അനുസരിച്ച് അതിന്റെ റൂമുകളെല്ലാം മാർക്ക് ചെയ്യുന്ന രീതിയാണ് സെറ്റ് ഔട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ വാനം വെട്ടുന്നതിന് മുമ്പ് ആ വാനത്തിനുള്ള മാർക്കിങ് ചെയ്യുക. അത് നമ്മൾ അളവുകൾ അനുസരിച്ച് അതാതിന്റെ അളവുകൾ വെച്ചിട്ട് 2 അടി വീതിയിലും അതേപോലെ 2.5 അടി താഴ്ചയിലുമാണ് ഇവിടെ ഫൗണ്ടേഷൻ ചെയ്തത്, എക്സ്കവേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള മണ്ണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മണ്ണിന്റെ വേരിയേഷൻ അനുസരിച്ച് അതിന്റെ ഡെപ്തും വിഡ്ത്തും ഒക്കെ വ്യത്യാസം വരാം. ഇവിടെ അത്യാവശ്യം ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 2 അടി വീതിയും ഏകദേശം ഒരു 2.5 അടി താഴ്ചയിലുമാണ് ഈ പ്ലോട്ടിൽ എക്സ്കവേഷൻ ചെയ്തത്. ഇനി സ്ലോപ്പായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫില്ലിങ് ചെയ്തെടുത്ത സ്ഥലങ്ങളോ ഒക്കെ ആണെങ്കിൽ അവിടെയും വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്കവേഷൻ ചെയ്തു. അപ്പോൾ അതിന് ടോട്ടൽ നമുക്ക് കോസ്റ്റ് ആയത് ഏകദേശം ഒരു 10,000 രൂപയാണ്. അതായത് അതിന്റെ JCBയുടെ റെന്റ്, അതിന്റെ 1-2 ലേബറുടെ കോസ്റ്റ് എല്ലാം കൂടെ ഏകദേശം ഒരു 10,000 രൂപയാണ് എക്സ്കവേഷൻ വന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഡിപ്പെൻസ്, ഓരോ പ്ലോട്ട് അനുസരിച്ചും ആ വരുന്ന മണ്ണിന്റെ ഘടന അനുസരിച്ചും ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്കവേഷനുള്ള കോസ്റ്റിൽ വ്യത്യാസം വരാം. ഇനി മഴ സമയമൊക്കെ ആണെങ്കിൽ അതിൽ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമുക്ക് വന്നത് 10,000 രൂപയാണ്. പിന്നെ അതിന്റെ മുകളിലേക്ക് നമുക്ക് അതിന്റെ ഈ ഫൗണ്ടേഷന്റെ അടുത്ത വർക്കായിട്ട് വരുന്നത് അതിന്റെ DR വർക്കാണ്. അതായത് ഡ്രൈ റബിൾ മേസണറി. നമുക്ക് സിമെന്റ് ഇല്ലാതെ കരിങ്കല്ല് അടുക്കി കെട്ടുന്ന രീതിയാണ് DR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 2 അടി താഴ്ചയിൽ 2 അടി വീതിയിൽ നമ്മൾ DR അടുക്കി കെട്ടുകയാണ്. അവിടെ നമുക്ക് മൊത്തം വന്നത് 1050 ക്യൂബിക് അടി കല്ലാണ്. ഒരു ലോഡ് എന്ന് പറഞ്ഞത് 150 അടി കല്ലാണ്. 150 അടി കല്ല് വെച്ചിട്ട് 7 ലോഡോളം കല്ലാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. 1050 ക്യൂബിക് അടി ആ DR കെട്ടുന്നതിന് മാത്രമായിട്ട്. അപ്പൊ അതിന്റെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബിക് അടിക്ക് 40 രൂപ വെച്ചാണ് ഇവിടെ ആയത്. 40 രൂപ വെച്ച് 42,000 രൂപയാണ് അതിന്റെ ലേബർ കോസ്റ്റ് ആയിട്ട് വന്നത്. ആ രീതിയിൽ കരിങ്കല്ല് കെട്ടി അതിന്റെ മേളിൽ പിന്നെ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ടിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫില്ല് ചെയ്തു. ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് മണ്ണിട്ടിട്ട് നല്ലപോലെ വെള്ളം ഓസ് കൊണ്ട് വെള്ളം ഒഴിക്കുക. ഇനിയിപ്പോൾ മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നല്ലപോലെ മഴ കിട്ടുകയാണെങ്കിൽ മണ്ണൊക്കെ നല്ലപോലെ ഇറങ്ങും. അല്ലെങ്കിൽ നമുക്ക് ശക്തമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഗ്യാപ്പുകളൊക്കെ മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ അത്രയും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലേബർ കോസ്റ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിന്റെ മുകളിലേക്ക് RR ചെയ്യണം. RR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമെന്റ് ഇട്ട് കരിക്കല്ല് കെട്ടുന്ന രീതിയാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള കെട്ടാണെങ്കിൽ നമുക്ക് കല്ല് വെറുതെ പെറുക്കിയിട്ടിട്ട് അത് അടുക്കി കെട്ടുകയാണ്. അവിടെ നമ്മൾ അതിന്റെ ഷേപ്പോ അതിന്റെ സൈസോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. ഇനി RR കെട്ടുമ്പോൾ മുകളിലേക്കുള്ള കെട്ടാണെങ്കിൽ അവിടെ നമുക്ക് കല്ല് അടിച്ച് പണിയണം. അതായത് അതിന്റെ മൂലകളൊക്കെ ഷേപ്പാക്കി അതിന്റെ ഫ്രണ്ട് ഫേസ് നല്ല വൃത്തിയാക്കി കെട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മളത് കാണുന്ന ഭാഗമാണ്. ഗ്രൗണ്ട് മുകളിലേക്ക് വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ അതിന്റെ കോർണറുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതിന്റെ ഫ്രണ്ട് ഫേസ് കാണുന്നിടമെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതിന്റെ ടോപ്പ് ഒരേ ലെവല് വാട്ടർ ലെവൽ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ നമുക്ക് അവിടെ കുറച്ചും കൂടെ ലേബർ കോസ്റ്റ് കൂടുതലായിട്ട് വരും. കാരണം അതിന് ആ രീതിയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് സിമെന്റ് ഇട്ട് കിട്ടുന്നു, അതിന്റെ ഫിനിഷിങ് നല്ലതായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ അതിന്റെ ലേബർ കോസ്റ്റ് താഴെ ചെയ്യുന്നതിലും കുറച്ച് കൂടുതലാണ് വന്നത്. അവിടെ നമുക്ക് ആവശ്യമായിട്ട് വന്നത് ഏകദേശം 900 ക്യൂബിക് അടി കല്ലാണ്. അതായത് ഏകദേശം ഒരു 6 ലോഡോളം. അപ്പം 900 ക്യൂബിക് അടിക്ക് അവിടെ 45 രൂപ വെച്ചാണ് ക്യൂബിക് അടിക്ക് ലേബർ ആയത്. അതായത് 45 × 900 എന്ന് പറഞ്ഞാൽ ഏകദേശം 40,500 രൂപ. ഈ 2 കരിങ്കല്ല് കെട്ടിന്റെയും ലേബർ കോസ്റ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതായത് DR കിട്ടുന്നതിന് ക്യൂബിക് അടിക്ക് 40 രൂപ, അതേപോലെ RR കിട്ടുന്നതിന് ക്യൂബിക് അടിക്ക് 45 രൂപ. അങ്ങനെയാണ് ഈ രണ്ടിന്റെ ലേബർ കോസ്റ്റ് ആയിട്ട് വന്നത്. ഇനി നമുക്ക് മൊത്തം കല്ലിന്റെ വില നമ്മൾ അറിയണം. മൊത്തം നമ്മൾ ആദ്യം പറഞ്ഞ് 7 ലോഡ് കല്ല് വന്നു. പിന്നീട് RR കിട്ടുന്നതിന് 6 ലോഡ് വന്നു. അങ്ങനെ മൊത്തം 13 ലോഡോളം കല്ലാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ലോഡ്, അതായത് 150 അടി കല്ലിന് ഏകദേശം ഒരു 8,500, 9,000 വരെയൊക്കെ ഇപ്പം വിലയുണ്ട്. കല്ലിന്റെ മുമ്പുണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് വില നമുക്ക് വ്യത്യാസം വന്നിട്ട് കരിങ്കല്ല് കെട്ടി. ഇവിടെ നമുക്ക് 8,500 രൂപ വെച്ചാണ് ഒരു ലോഡ് കല്ലിന് വന്നത്. അപ്പൊ ടോട്ടൽ വരുമ്പോൾ 13 × 8,500 എന്ന് പറയുമ്പോൾ 1,10,500 രൂപയാണ് കരിങ്കല്ലിന് മാത്രമായിട്ട് ചെലവ് വന്നത്. നമുക്ക് സൈറ്റിൽ കൊണ്ട് കല്ലിറക്കി തരുന്നതിനായിട്ടുള്ള ചിലവ്. നമുക്ക് കല്ലിന്റെ ചിലവായി, അതിന്റെ ലേബർ കോസ്റ്റ് ആയി, എക്സ്കവേഷനായി.
ഇനി നമുക്ക് അതിനകത്ത് എംസാൻഡ്, സിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ഇപ്പൊ DR കിട്ടുന്നതിന് കാര്യമായിട്ട് നമുക്ക് സിമെന്റോ അല്ലെങ്കിൽ എംസാൻഡോ ഒന്നും ആവശ്യമില്ല. ഇനി അതിന്റെ മുകളിലേക്ക് ഇപ്പോൾ RR കിട്ടുന്നതിന് നമുക്ക് സിമെന്റ് ഇട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എംസാൻഡിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എംസാൻഡ് നമുക്ക് മൊത്തത്തിൽ ചിലവായത് 2 ലോഡാണ്. അതായത് 150 അടിയുടെ തന്നെ ഐഷറിന് വരുന്ന ലോഡാണ്. അത് 12,000 രൂപയാണ് ഒരു ലോഡിന് വരുന്നത്. 2 ലോഡാകുമ്പോൾ 2 × 12,000 എന്ന് പറഞ്ഞാൽ 24,000 രൂപ നമുക്ക് എംസാൻഡിന് മാത്രമായിട്ടായി. ഇനിയും വേണ്ടത് സിമെന്റ് ആണ്. 25 ബാഗ് സിമെന്റ് ആണ് ആവശ്യമായിട്ട് വന്നത്. 380 രൂപ വെച്ചിട്ട് 9,500 രൂപയാണ് സിമെന്റിന് മാത്രമായിട്ട് വന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിലെ കരിങ്കല്ല് പണിക്ക് ആവശ്യമായിട്ടുള്ള മൊത്ത ചെലവ് ഇപ്പോൾ ആയി. കരിങ്കല്ലിന്റെ ലേബർ, കരിങ്കല്ലിന്റെ കോസ്റ്റ്, എംസാൻഡ്, സിമെന്റ്, അതിന്റെ എക്സ്കവേഷൻ, അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10,000 രൂപ എക്സ്കവേഷൻ, 42,000 രൂപ DR-ന്റെ ലേബർ കോസ്റ്റ്, 40,500 രൂപ RR കിട്ടുന്നതിനുള്ള ലേബർ കോസ്റ്റ്, പിന്നെ കരിങ്കല്ലിന് മാത്രമായിട്ട് വന്നത് 1,10,500 രൂപ, പിന്നെ എംസാൻഡിന് 24,000 രൂപ, സിമെന്റിന് 9,500 രൂപ. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2,36,500 രൂപയാണ് കരിങ്കല്ല് പണി മാത്രമായിട്ട് നമുക്ക് ചിലവായിട്ട് വന്നത്. പിന്നെ അല്ലാതെ മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ചിലവുകളൊക്കെ വരും. അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മഴയോ മറ്റു കാരണങ്ങളോ കൊണ്ട് വരുന്ന നമുക്ക് അധികമായിട്ട് കുറച്ച് ചിലവുകൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് കരിങ്കല്ല് കെട്ടിന് മാത്രമായിട്ട് വന്നത്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മളൊരു RCC ബെൽറ്റ് ചെയ്തു. എല്ലായിടത്തും നമ്മൾ ബെൽറ്റ് ചെയ്യാറുണ്ട്. ഒരു ബെൽറ്റ് ചെയ്തിട്ടാണ് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പിന്നെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെൽറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അതിന്റെ കമ്പി. ആദ്യമായിട്ട് കമ്പിയുടെ കാര്യം നോക്കാം. ഏകദേശം നമുക്ക് 450 കിലോയോളം കമ്പിയാണ്. അതായത് 8mm സ്റ്റീലാണ്. 8mm സ്റ്റീൽ 450 കിലോയോളം ആവശ്യമായിട്ട് വന്നു. അത് നമ്മൾ 70 രൂപ വെച്ചിട്ട് 31,500 രൂപയാണ് കമ്പിക്ക് ആവശ്യമായിട്ട് വന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എംസാൻഡ്. 150 അടിയോളം എംസാൻഡ് വന്നു. അത് 75 രൂപ വെച്ചിട്ട് ക്യൂബിക് അടിക്ക് 12,000. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 150 അടിക്ക് 12,000 രൂപ. മെറ്റല് 200 അടിയോളം വന്നു. അത് 65 രൂപ വെച്ചിട്ട് 13,000 രൂപ മെറ്റലിനായി. പിന്നെ മെയിൻ ആയിട്ടുള്ളത് സിമെന്റ്. ഏകദേശം ഒരു 35 ബാഗോളം സിമെന്റ് വന്നു. 380 രൂപ വെച്ച് 13,300 രൂപ സിമെന്റിനായി. പിന്നീട് വന്നത് അതിന്റെ ലേബറാണ്. അതിന്റെ സ്റ്റീൽ വർക്ക്, അതിന്റെ ഷട്ടറിംഗ് വർക്ക്, അതിന്റെ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ നമുക്ക് 35,000 രൂപയോളം അതിന്റെ ലേബർ കോസ്റ്റ് ആയി. അങ്ങനെ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ സിമെന്റ് 13,300 രൂപ, എംസാൻഡിന് 12,000 രൂപ, മെറ്റല് 13,000 രൂപ, സ്റ്റീല് 31,500 രൂപ, ലേബർ 35,000 രൂപ. അങ്ങനെ ടോട്ടൽ നമുക്ക് വന്നത് 1,04,500 രൂപയാണ് RCC ബെൽറ്റിനായിട്ട് വന്നത്. അപ്പോൾ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 2,36,500 രൂപ കരിങ്കല്ല് പണിക്കും, അതേപോലെ RCC ബെൽറ്റിന് 1,04,500 രൂപ. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3,41,300 രൂപയാണ്. 3,41,300 രൂപയാണ് ടോട്ടലായിട്ട് വന്നത്. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മറ്റ് ചില ചിലവുകൾ വരും. അപ്പോൾ അതൊരു മിസലേനിയസ് ആയിട്ട് ഒരു 10,000 രൂപ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ 3,51,300 രൂപ, ഏകദേശം 3,50,000 രൂപയോളം ഈ 1,100 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ഒരു വീടിന്റെ ഫൗണ്ടേഷൻ, കരിങ്കല്ല് കെട്ടിയുള്ള ഫൗണ്ടേഷനായിട്ട് വരും. പിന്നെ നമുക്ക് ഈ ഫൗണ്ടേഷനകത്തിന് മണ്ണ് ഫില്ല് ചെയ്യണം. നമുക്ക് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്യാം. ഇനി പുറത്തോട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 4,500, 4,600, 5,000 രൂപ വരെയൊക്കെ ഒരു ലോഡ് മണ്ണിന് വിലയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം അടുത്തൊക്കെ കിട്ടുന്നതാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. ഇനി ദൂരേനൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അതും ഡിപ്പെൻസ് ഓരോ സ്ഥലത്തിന്റെ അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പം ഇതിപ്പം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള കാര്യമാണ് പറയുന്നത്. മറ്റ് വടക്കുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പ് മണ്ണിന്റെ ലോഡിന്റെ വിലയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ പലരും അവിടെ പറഞ്ഞ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ മണ്ണ് കിട്ടും എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ശരിയാണ്. അവിടെ അതിന് അവൈലബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ടും അതിന് ഒരുപാട് പരിമിതി ഉള്ളതുകൊണ്ടും കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഇവിടെ വില കൂടുതൽ വരുന്നത്. അപ്പം മണ്ണ് വരികയാണെങ്കിൽ അത് ഏകദേശം എത്ര ലോഡ്, ഓരോ ഈ 1,100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഒരു 10 ലോഡോളം മണ്ണ് ഫൗണ്ടേഷനകത്ത് വേണ്ടി വരും. അപ്പൊ നമുക്കിവിടെ സൈറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് 1-2 ലോഡിന്റെ മണ്ണിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ആ മണ്ണിന്റെ കോസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻസ് പലയിടത്തും പല രീതിയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ കരിങ്കല്ല് കെട്ടി ഫൗണ്ടേഷൻ ചെയ്ത് അതിന്റെ ബെൽറ്റ് വാർക്കുന്നത് വരെയുള്ള ടോട്ടൽ എക്സ്പെൻസ് ആണ് പറയുന്നത്. ഏകദേശം 3,50,000 രൂപയോളം. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫൗണ്ടേഷൻ ഡെപ്ത് കൂട്ടി ചെയ്യേണ്ട സ്ഥലമോ, അല്ലെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷന്റെ രീതി വ്യത്യാസം വരും. അവിടെ കുറച്ചും കൂടെ ഒക്കെ വലിപ്പത്തിൽ, കുറച്ചുകൂടെ വീതിയിലും താഴ്ചയിലും ഒക്കെ ഫൗണ്ടേഷന്റെ കുഴി എടുക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ മണ്ണെടുത്താൽ ചിലപ്പോൾ ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം വരും. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണി ചിലപ്പം ആഴ്ചകൾ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. കരിങ്കല്ല് പണിയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾക്ക് മഴയില്ലാത്ത സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം പോകും, കുറച്ച് ലേബർ കോസ്റ്റ് എക്സ്ട്രാ ആയിട്ട് വരും, അങ്ങനെയൊക്കെ വരും. പിന്നെ അതുപോലെ ഈ ക്യൂബിക്കടി റേറ്റും പലയിടത്തും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 40 രൂപ 45 രൂപ പറഞ്ഞത് ചിലയിടത്ത് 30 രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. ചിലപ്പം കുറച്ചും കൂടെ റേറ്റ്, ഇപ്പോൾ കോമ്പൗണ്ട് വോൾ പോലെയുള്ള വലിയ കെട്ടുകളൊക്കെ ആണെങ്കിൽ, ക്വാണ്ടിറ്റി കൂടിയ കെട്ടുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ക്യൂബിക്കടിക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. ഇനി ക്വാണ്ടിറ്റി കുറഞ്ഞ് ഇതേപോലെയുള്ള ഫൗണ്ടേഷൻ കിട്ടുന്ന ഇപ്പോൾ കല്ലടിച്ച് പണിയുന്ന രീതി,
കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലൊക്കെ ചെയ്തെടുക്കേണ്ട വർക്കുകളൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതും ഈ പറഞ്ഞതുപോലെ 40 രൂപ തൊട്ട് 50 രൂപ വരെ 60 രൂപയൊക്കെ റേറ്റ് വരുന്നവരുണ്ട്. മതിൽ പണിയൊക്കെ ആണെങ്കിൽ അതിന്റെ ബെൽറ്റ് ഉൾപ്പെടെ ഇപ്പം കോൺക്രീറ്റ് ബെൽറ്റും അതിന്റെ എക്സ്കവേഷനും എല്ലാം കൂടെ ചേർത്ത് ക്യൂബിക് അടിക്ക് 60 രൂപ 65 രൂപ 70 രൂപയ്ക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഓരോ വർക്കിന്റെ അനുസരിച്ചാണ് ഓരോ റേറ്റും വരുന്നത്. നമുക്കൊരു ഫിക്സഡ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതായിട്ടൊരു വീട് പണിയാൻ പോകുന്നവർക്കൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഏകദേശം ഒരു അറിവ് കിട്ടും. എത്ര രൂപയാകും ഏകദേശം ഒരു അറിവിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കുള്ളവർക്കായിട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള എസ്റ്റിമേഷനെ പറ്റി, അതേപോലെ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ ഒരു വീട് പണി കോൺട്രാക്ട് കൊടുക്കുമ്പോഴോ ലേബർ കോൺട്രാക്ട് കൊടുക്കുമ്പോഴോ നമ്മൾ നേരിട്ട് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.